ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭാരാധനയുടെ ദിവസം നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം ഒരുക്കി, ആയുസ്സും ആരോഗ്യവും തന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയ, കരുണ ഓർത്തോർത്ത് ദൈവത്തിന് പിന്നെയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യ പാസ്റ്റേഴ്സ് കുടുംബങ്ങൾ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നാം കഴിഞ്ഞ ഓരോ നാളുകളും ഈ വരുന്ന ആഴ്ചക്കാലങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ദിവസവും സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്നതായ, കലുഷിതമായ സംഭവങ്ങൾ, പുതുമയാർന്ന സംഭവങ്ങൾ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിഷയങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് അതൊരു വശത്ത്, സൈബർ തട്ടിപ്പ് പോലെ പുതിയ എങ്ങനെയും വഞ്ചിച്ച് പണമുണ്ടാക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് വിലക്കയറ്റം, ഒരു ഭാഗത്ത് ആത്മഹത്യ, എവിടെയും സമാധാനം നഷ്ടപ്പെട്ടു. പല ഭവനങ്ങളും ദുഃഖത്തിലും നെടുവീർപ്പിലും ഒക്കെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാണ്. ഇമ്പോർട്ട് കോമയിൽ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ, അതിൻ്റെ മുകളിലുള്ള 10-ാം വാക്യം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. അടുത്തത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ദൂത സംഘം ഒരുമിച്ച് അടുത്ത വാക്യം പാമേൻ അതിന്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 42-ാം വാക്യത്തിൽ ഒരു ഇങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് വായിക്കുമോ? 42-ാം വാക്യം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവശബ്ദമാണെങ്കിലും ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ട നമ്മോടുള്ള ദൈവശബ്ദമാ. ഈ കാലങ്ങളിൽ സമാധാനത്തിനുള്ളത് നാം ഒന്ന് അറിയണം. നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്: ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അടുത്ത വാക്യം താഴോട്ട് വായിച്ചേ. ആകയാൽ സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ നടക്കുവാൻ നോക്കണം. ഹല്ലേലൂയ. ഏത് സമയവും വഞ്ചിക്കപ്പെട്ട്, ഏത് സമയവും പിശാച് തകർത്ത് കളയുവാൻ പ്രലോഭനങ്ങളിട്ട് അവൻ്റെ മുഴുബലത്തോട് ഈ ലോകത്തിൻ്റെ ദൈവം എന്ന പിശാചിനെ പറഞ്ഞിരിക്കുന്ന വേദപുസ്തകം അവൻ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അജ്ഞാനികളായി മാറരുത്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം നല്ലതാണെങ്കിലും ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നവരാണ് ഹല്ലേലൂയ ജ്ഞാനികളായിട്ട് സൂക്ഷ്മത്തോടെ, വിവേകത്തോടെ നിൽക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയാൽ നമ്മൾ എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുക. അടുത്ത വാക്യം, മനുഷ്യർ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവര്, അഹങ്കാരികള്, ദൂഷകന്മാര്, അമ്മയപ്പന്മാരെ, അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും. ഇങ്ങനെ താഴോട്ട് വായിച്ചാട്ടെ. അശുദ്ധരും, വാത്സല്യമില്ലാത്തവര്,
ഇണങ്ങാത്തവരെ പിണക്കം, പിണങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പിണക്കമാ. പഴയ കാലത്ത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നു, ഇപ്പോ ഇണങ്ങത്തില്ല. അടുത്തത് ഏഷണിക്കാരെ അപവാദം പറയുക. അടുത്തത് അചിന്ദ്രേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിന്മേൽ ജയമില്ലാത്തവരെ. അടുത്തത് ഉഗ്രന്മാർ, ഭയങ്കര വലിയ കാഴ്ചക്ക് വലിയ വണ്ണവും നീളമൊന്നും ഇല്ലെങ്കിലും ആ സംസാരം കേൾക്കുമ്പോഴറിയാം ധാർഷ്ട്യത്തിന്റെ ഉഗ്രന്മാരുടെ സംസാരമാണ്. ഹല്ലേലൂയ. അടുത്തത് സൽഗുണദേശികള്. ആമേൻ. ഗുണം ഇഷ്ടപ്പെടുന്നില്ല. അടുത്തത് ദ്രോഹികൾ. വെറുതെ അങ്ങ് ദ്രോഹിക്കുക. ധാർഷ്ട്യക്കാര് നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം പുറമെ ആമേ ഉണ്ട്, ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ അകമേ ഭക്തിയില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ച് കളയുക. ആമേ ഭോഗപ്രിയരായി ഭോഗാസക്തിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ലോകമാണ് നമ്മൾ ഇന്ന് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് പറയുകയാണ് വിട്ടൊഴിയുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആമേ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി. നമ്മൾ ഇതിനു മുൻപ് വായിച്ചല്ലോ, ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആമേ സമാധാനം. ആ സമാധാന പ്രഭു നമ്മുടെ ഉള്ളിൽ സമാധാനം തന്നതുകൊണ്ടല്ലേ നമ്മൾ സമാധാനത്തോടെ നിൽക്കുന്നത്. ആമേ രോഗമില്ലാഞ്ഞിട്ടല്ല, പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, കടഭാരമില്ലാഞ്ഞിട്ടല്ല, പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും എന്താ ആരാധിക്കുന്നത്, എന്താ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇവിടെ വന്നത്. ഹല്ലേലൂയ. ഒറ്റ കാര്യം, ആ സമാധാന പ്രഭു നമ്മുടെ ഉള്ളിൽ സമാധാനം തന്നതുകൊണ്ടല്ലേ. ആമേ ആ സമാധാനത്തെ നമ്മൾ അറിയണം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ അത് പിന്നെയും ഊട്ടുറപ്പിക്കണം. സമാധാന പ്രഭുവാ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. രോഗങ്ങളൊന്നും ആമേ കാര്യമാക്കാതെ വേണ്ട, ആരാധന വേണ്ട എന്ന് മാറി ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിന് സ്തോത്രം സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ നൽകുന്നത് കൊണ്ട്. എത്ര പേര് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ സമാധാനം ആരും നമ്മൾ എടുത്തു കളയരുത്. ഈ സമാധാനം ഇല്ലാത്തവരാ ലോകത്തോട് ഓടി ഒളിക്കുന്നത്. ആമേ ദൈവവചനം വായിക്കുന്ന ഒരു ദൈവവൈതൽ ഈ സമാധാനം ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിത്തരികയാ. നിന്റെ രോഗം ആമേ ഒന്നും ഈ സമാധാനത്തെ കെടുത്തുകയില്ല. നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കഷ്ടങ്ങൾ ഈ സമാധാനത്തെ കെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആത്മാവ് ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നീ ആരാധിക്കുന്നത്, അതുകൊണ്ടാണ് സന്തോഷത്തോടെ ഇന്നും വന്നു ചേർന്നത്. ഓ ഈ സമാധാനം ആരും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയത്തില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞത് ഒരു ലോക നേതാവല്ല, നമ്മുടെ പ്രാണനാഥനാ. ഓ ജീസസ്. ഹല്ലേലൂയ. ഒരു മുഖവര പോലെ ഞാൻ ദൈവാത്മാവ് എനിക്ക് തന്നതങ്ങ് പറഞ്ഞതാണ് ഇത്രയും നേരവും. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വചനത്വം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്ക് വേഗത്തിൽ വായിക്കാം. 65-ാം സങ്കീർത്തനം, അത് 2-ാം വാക്യവും 3-ാം വാക്യവും വായിക്കാം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. മതി. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ആവലോടെ വന്നിരിക്കുക. സകല ജഡവും ദൈവമക്കൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. മറ്റ് ലോകമയത്വങ്ങളും ലോകത്തിൻ്റെ താടിമോടികളൊക്കെ ലോകത്തിൽ അവൈലബിളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊന്നും വശംവദരാകാതെ ഓടി വരികയാ. എന്തിനാ വന്നത്? എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ്. കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ വാക്യത്തിൽ അതാ കാണുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവനായ യഹോവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഒറ്റ കാര്യമാ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ വിടുവിക്കുന്നവനാ. എൻ്റെ തലമുറയുടെ ഉന്നമനത്തിന് വേണ്ടി എൻ്റെ പ്രാർത്ഥന കേട്ട് വിടുവിക്കുന്ന ഒരു ദൈവമാ. അതുകൊണ്ടാ ഇന്നും വന്നു ചേർന്നത്.
ഓ ജീസസ്. രണ്ടാമത് ആ മൂന്നാം വാക്യം വായിച്ചാട്ടെ. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ, ഞാൻ ജീവിതത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകൃത്യങ്ങൾ, പാപങ്ങൾ അതൊക്കെ അതിബലമായി നമുക്ക് നേരെ നിൽക്കുമ്പോൾ അതിക്രമങ്ങൾക്ക് നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിങ്കിലേക്ക് നമ്മൾ അടുത്തു വന്നത്. എത്ര പേര് പറയുവാൻ കഴിയും? സകല ജഡവും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നത്. ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നതിന്റെ പിന്നിലെ ഉദ്ദേശം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ ആമേ പോക്കി നമ്മെ ശുദ്ധനാകുവാൻ കർത്താവിന് മാത്രമേ കഴിയും. മനുഷ്യന് കഴിയത്തില്ല. നമ്മുടെ പുണ്യപ്രവൃത്തികൾക്ക് കഴിയത്തില്ല. നമ്മുടെ നേർച്ച കാഴ്ചകൾക്ക് കഴിയത്തില്ല. ഉലകത്തിൽ ആർക്കും കഴിയാത്തത് ദൈവത്തിന് മാത്രമേ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 32-ാം സങ്കീർത്തനത്തില് 1-ാം വാക്യം എന്താ വായിക്കുന്നത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ. ഇതാ നമ്മള് 3-ാം വാക്യത്തിൽ, നമ്മുടെ കുറിവാക്യത്തിൽ കണ്ടല്ലോ. ആമേൻ. എൻ്റെ അകൃത്യം അതിബലമായിട്ട് വരികയാ. ഹല്ലേലൂയ. എന്നാൽ ആ ബലത്തെ തകർത്ത് കളയുന്ന ഒരു താക്കോല് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ ഹൃദയ തകർച്ചയോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുപ്പച്ച അങ്ങനെക്ക് വേണ്ടി കാൽവരിയിൽ പ്രാണത്യാഗം അതേ തകർക്കപ്പെട്ട് എൻ്റെ രക്ഷയ്ക്കായിട്ടാണ് അവിടുത്തെ രക്തം, ആ പുണ്യാഹ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് എൻ്റെ ദൈവം കരുണ തോന്നുന്നവനാ. യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനത്തിൽ കാണുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒന്ന് വായിക്കാം ഒന്നുകൂടെ ആ ഭാഗം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഹല്ലേലൂയ. ആമേൻ. അടുത്തത്, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അസ്ഥി വരെ ക്ഷയിച്ചു പോകുന്നു. എല്ലാ അസ്ഥി രോഗങ്ങളും അതാണെന്ന് ഞാൻ പറയുമല്ല. എന്നാൽ ചിലത് ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ലിയർ ചെയ്യാതെ ശുദ്ധീകരണം പ്രാപിക്കാതിരുന്നാൽ ചില അസ്ഥി രോഗങ്ങളും വന്നു പെടാമെന്നും ദൈവവചനത്തിൻ്റെ തെളിവല്ലേ. അവിടെ വായിക്കുന്നു, അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എന്നാണ് അടുത്തത് കാണുന്നത്. അടുത്തത്, എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയെന്ന്. ഹല്ലേലൂയ. അടുത്തത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. അടുത്തത്, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. അകൃത്യം ഒന്നും മറച്ചു വെച്ചല്ല. ദൈവത്തിനൊന്നും മറവല്ല. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമുക്കറിയാം. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് അതൊന്നും മറച്ചു വയ്ക്കാതെ, ആമേൻ, പ്രവാചകൻ വിളിച്ചു അതേ പറഞ്ഞപ്പോൾ ഏറ്റെടുത്ത് നെടുമ്പാട് വീണ് കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ദാവീദിനെയാണ് കാണുവാൻ കഴിയുന്നത്. അവിടെ കാണുകയാണ്, ആമേൻ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അടുത്തത്, ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുമെന്ന്. ഇതുകൊണ്ടാണ് നമ്മളെ കുറിവാക്യത്തിൽ കണ്ടത്, സകല ജഡവും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. എന്തിനാ? നമ്മുടെ പ്രാർത്ഥന കേട്ട് വിടുവിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട്. ഇത് നിമിത്തം, ഹല്ലേലൂയ, അവിടെ വായിക്കുന്നു, ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ആമേൻ. പിന്നെ അടുത്ത വാക്യത്തിൽ കാണുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്നോട് അടുത്ത് വരികയില്ല. വിശ്വാസിയെ, ദൈവത്തിന്റെ ദാസന്മാരെ, പെരുവെള്ളം പോലുള്ള ചില വിഷയങ്ങൾ നിന്റെ നേരെ അടുത്ത് വരുമ്പോൾ, പഞ്ചസാര മണല് കൊണ്ട് സമുദ്രത്തിന് അതിരിട്ടവൻ അവിടുന്ന് തടഞ്ഞു നിർത്തും. കേട്ടോ, തടഞ്ഞു നിർത്തും. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടുവെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയെ അവിടെ
അവിടുന്ന് ആമേ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതവന്റെ അടുക്കലോളം എത്തുകയില്ലെന്ന് ഉടയവൻ സർവശക്തൻ ആമേൻ ആമേൻ പറഞ്ഞാൽ അത് സംഭവിക്കുകയാ. കാറ്റിന് ശാസിച്ചവൻ തിരമാല അടങ്ങ എന്ന് പറഞ്ഞവന് ഓ ഭൂമണ്ഡലത്തെ തന്റെ സർവജ്ഞാനത്താൽ അതിന്റെ ആമേ തിരിക്കുന്നവൻ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെ ഈ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്റെയും നിന്റെയും വിടുതലിന് വേണ്ടി അവൻ ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് 7-ാം വാക്യം. നീ എനിക്ക് മറവിടമാകുന്നു. ഒന്നാമത് അവിടുന്ന് നമ്മുടെ മറവിടമാ. അടുത്തത് നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രണ്ടാമത് നീ എൻ്റെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുന്ന ഒരു ദൈവം. എത്ര പേർക്ക് ഉറക്കെ പറയുവാൻ കഴിയും? അങ്ങാണ് എൻ്റെ മറവിടം, എൻ്റെ ഓ ഹല്ലേലൂയ ആമേ, എൻ്റെ ആമേ ആമേ സൂക്ഷ്മതയ്ക്കും എൻ്റെ പരിപാലനത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട്. കർത്താവേ, അങ്ങാണ് എന്നെ സൂക്ഷിക്കുന്നത്, അങ്ങാണ് എനിക്ക് മറവിടം. ഇതിനു മുൻപ് പാട്ട് പാടിയല്ലോ കുഞ്ഞുങ്ങള്, മറവിടമായി എനിക്ക് യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഓ, മൂന്നാമതായി രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളു. ഓ, എന്തൊരു സന്തോഷമാ ആത്മീക ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മൈലുകൾ താണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അനുഭവിച്ച ദൈവമക്കൾ ആരാധന ഉപേക്ഷയായി വിചാരിക്കത്തില്ല. ആമേ, ഉദാസീനതയോടെ കാണുകയില്ല. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ, ഹൃദയം നിറഞ്ഞാരാധിക്കുവാൻ, കണ്ണ് നനഞ്ഞൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിക്കുന്ന സമയം അത് വിലപ്പെട്ടതാ. ദൈവത്തിന്റെ ദാസന്മാരെ, നീ ദൈവസന്നിധിയിൽ ചെലവിടുന്നത് വ്യർത്ഥമല്ല. നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. ഓ, നീ ഭാരപ്പെടുന്ന ഹൃദയ നുറുക്കത്തോട് നൊമ്പരത്തോട് കാത്തിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി വരും. എത്ര പേര് വിശ്വാസമുണ്ട്? കരങ്ങളെ തട്ടി തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, വീണ്ടും 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. പോരാ, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറയും. പോരായോ? ഇത് പോരെ? നമ്മുടെ സ്വന്തം ആലോചന പിന്നെ ഊന്നി പോകേണ്ട കാര്യമില്ലല്ലോ. ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ഒരു അപ്പച്ചൻ നമുക്കുണ്ട്. നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് കടന്നങ്ങ് വിശ്വസിക്കണം കേട്ടോ. ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ഈ വിശ്വാസം കുറവോട് പോകരുത്. വിശ്വാസത്തിന്റെ നായകനാ, പൂർത്തി വരുത്തുന്നവനാ യേശു നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഇവിടെ നമ്മുടെ കുറിവാക്യത്തിൽ കണ്ടു. ഹല്ലേലൂയ. എന്താണ് കണ്ടത്? എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. രണ്ടാമത് കാണുകയാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ വന്നത് പരിഹാരം വരുത്തുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ പരിഹാരം പിതാവാം ദൈവം തൻ്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യൻ്റെ പാപവും അതിക്രമങ്ങൾ മുഴുവനും ആ യേശുവിൽ ചുമത്തി. നമുക്കറിയാവുന്ന ഭാഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ അതെല്ലാം വായിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. എങ്കിലും നിങ്ങളുടെ ഓർമ്മയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ്. അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 10-ാം വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. 5-6 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ വാക്യം പറയുമ്പോൾ തന്നെ ഇവിടെ സൗഖ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഏതെങ്കിലും വിഷയത്തിന്മേൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമാധാന പ്രഭു സമാധാനം നിന്റെ ഉള്ളിൽ തരിക. സകല ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവിക സമാധാനം നിന്റെ മേൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാ. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ, ആ കർത്താവ് ആ പാവനമായ ആ രക്തം ഊറ്റിയല്ലേ പാപക്കറകളെ കഴുകിക്കളഞ്ഞത്. നമ്മൾ എത്ര ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഈ ലോകത്തിൽ ഒരു പ്രോസസ്സിനും കഴുകിക്കളയാൻ കഴിയാത്തത് കർത്താവ് കഴുകിക്കളഞ്ഞില്ലേ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ
ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ പാപം എന്നുള്ള സിൻ എന്നുള്ള വിഷയമാണല്ലോ നമ്മളിവിടെ എൻ്റെ ഈ വിഷയം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗ്രീക്കിൽ അതിന് വേർഡുണ്ട് ഹമാർഷ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക. നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്ത് ഉരുവാക്കിയത്. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മളെ ഈ ലോകത്ത് ജനിച്ചത്? അല്ല, ഒരിക്കലുമല്ല. നമ്മൾ മരിക്കുന്നതും നമ്മുടെ ആഗ്രഹപ്രകാരം ഒന്നും ദിവസം മരിക്കാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ, ആമേൻ. എന്നാൽ ചില പ്രാർത്ഥനാ പ്രിയരുണ്ട്, അതൊക്കെ സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ജനിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയും നല്ലേ ദൈവവചനം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി മരണം വരത്തില്ലയോ? ആമേൻ. അന്ന് മരണം വരുമ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടി ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ നിർത്തുമോ കർത്താവ്? ഒരിക്കലുമില്ല, പോയേ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ ശോധന ചെയ്യണം. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലുണ്ടല്ലോ എഴുതുക. അതേ വയോധികനായ ആമേൻ ആമേൻ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമാ കേൾക്കുന്നത്. എഴുതുക, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ, ആമേൻ. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. ഹല്ലേലൂയ. ഇന്ന് സമ്പാദിച്ചതും എല്ലാം ആമേൻ നമ്മൾ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും. ഒരു ദിവസമുണ്ട്. തിരിച്ചറിയണം. നമ്മളിലിരിക്കുന്ന പൈസ മറ്റുള്ളവന്റെ കയ്യിലേക്ക് പോകും കേട്ടോ. ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും അത് മേടിക്കുന്നതെങ്കിലും അവരുടെ കയ്യിലും ഇരിക്കുമെന്ന് ഉറപ്പില്ല. എന്നാൽ നമുക്കൊരുറപ്പുണ്ട്, നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് സ്തോത്രം അതേ പിന്തുടരുകയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ മരണം പെട്ടെന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം ഭയങ്കര സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യദൃഢഗാത്രന്മാരൊക്കെയാണ് പെട്ടെന്ന് മരണപ്പെടുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഞാൻ എൻ്റെ കർത്താവിന് ഹല്ലേലൂയ ഇഷ്ടമുള്ള മകനായിട്ട് മകളായിട്ടാണോ ജീവിക്കുന്നത്? ഇന്ന് സങ്കീർത്തനത്തിൽ കേട്ടല്ലോ, 39-ാം സങ്കീർത്തനത്തിലല്ലേ കേട്ടത്. അപ്പോൾ പാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യമേ കണ്ടു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുക. അപ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്യാം, വഴി യാത്രയിൽ പാപം ചെയ്യാം, ഹൃദയം കൊണ്ട് പാപം ചെയ്യാം, കണ്ണുകൊണ്ട് പാപം ചെയ്യാം. ഇതെല്ലാം പാപങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബ് പറഞ്ഞ്, ഞാൻ കണ്ണുകൊണ്ട് എങ്ങനെ പാപം ചെയ്യും? ഞാൻ ദൈവത്തോട് നിയമം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്ക് കൊണ്ട് പാപം ചെയ്യാമെന്നല്ലേ ഇന്ന് കേട്ടത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ഡെത്ത. ദൈവത്തിന് സ്തോത്രം. പാപം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് യെശയ്യാപ്രവചനം ഒത്തിരി വാക്യങ്ങളുണ്ട്, ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തോടുള്ള വെല്ലുവിളി, ദൈവത്തോടുള്ള മത്സരമാണ് നാം പാപത്തിൽ വിധേയപ്പെട്ടു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, പാപപങ്കുലമായ ലോകത്ത് ഹല്ലേലൂയ നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനാണ് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് ഈ ലോകത്ത് ജന്മം തന്ന ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് നോക്കിയാൽ നമുക്കൊന്ന് തിരിച്ചറിയുവാൻ കഴിയും, ഞാൻ ഇതിനൊന്നും ഒരു യോഗ്യത ഉള്ളവനല്ലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഛത്തീസ്ഗഡിൽ നമുക്ക് 28 പാസ്റ്റർമാരുണ്ട് കേട്ടോ. 28 പാസ്റ്റർമാരെ ഹല്ലേലൂയ അവരുടെ ചിലരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോഴേ അവരെ ഒരു ദിവസം ഗ്രാമത്തലവൻ ഇത് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം, പിടിച്ചു കെട്ടി അവരെ തല്ലി ഈ കർത്താവിനെ തള്ളിക്കളയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞങ്ങൾ തമ്പാക്കും തിന്ന് മയക്കുമരുന്നും കഴിച്ച് നക്സലൈറ്റുകാരെ പോലെ നടന്ന ഞങ്ങൾക്ക് ഒരു ജീവിതം തന്ന യേശുവിനെ ഞങ്ങൾ തള്ളിക്കളയത്തില്ല. ഞങ്ങൾക്ക് അഡ്രസ്സ് തന്ന യേശുവിനെ ഞങ്ങൾ തള്ളിക്കളയത്തില്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന യേശുവിനെ ഞങ്ങൾ തള്ളിക്കളയത്തില്ല. ഞങ്ങൾ യേശുവിനെ തള്ളിക്കളയത്തില്ല. യേശു ഞങ്ങൾക്കൊരു അഡ്രസ്സ് തന്നു. ഞങ്ങൾക്ക് വൃത്തിയായിട്ട് നടക്കുവാൻ ഒരു ബോധം തന്നത് യേശുവാ. നല്ല വസ്ത്രമണിയുവാൻ ബോധം തന്നത് യേശുവാ. ഓ ജീസസ്. കൊന്നോളാൻ പറഞ്ഞു കേട്ടോ, കൊന്നോളാൻ പറഞ്ഞ് ഞങ്ങൾ യേശുവിനെ തള്ളി പറയത്തില്ലെന്നോ. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഗ്രീക്കിൽ ഹമാർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റുക. നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ള, വിരുദ് തെറ്റിക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? സാകയാൽ
സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്നതാ ഈ പാപം എന്ന് പറയുന്നത്. മുറുകെ പറ്റും കേട്ടോ. ഇത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകത്തില്ല. മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഈ മുറുകെ പറ്റുന്നതിനെ നമ്മൾ ഉപേക്ഷിച്ച് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ ആമേ ഉൽപ്പത്തി പുസ്തകത്തിലെ ആമേ കായീനോട് കർത്താവ് പറയുന്നുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, ഒന്ന് വായിക്കുമോ കയ്യിൻ്റെ ഭാഗം ഒന്നെടുത്തേ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ, 4-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് ചോദിച്ചേ. കയ്യിനോട് നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദം ഉണ്ടാകും. അപ്പോൾ തിന്മ ചെയ്യുന്നവനോട് തിന്മയാണോ ചെയ്യേണ്ടത്? അല്ല, നന്മയാൽ തിന്മയെ നമ്മൾ ജയിക്കണം. നന്മ ചെയ്യണം കേട്ടോ. നന്മ ചെയ്തില്ലെങ്കിൽ അത് പാപമാണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഈ അതെ പുറപ്പാട് പുസ്തകം ഒക്കെ പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ വലിയ പാപത്തിൻ്റെ ലിസ്റ്റുണ്ട്. ഇപ്പോൾ 10 കമാൻഡ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് മോഷ്ടിക്കരുതെന്ന് പറയുമ്പോൾ ഒരു 500 രൂപ മോഷ്ടിക്കുന്നത് 5 ലക്ഷം മോഷ്ടിക്കുന്നത് ഒരുപോലെ കർത്താവിൻ്റെ മുൻപിൽ. അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങൾ മാത്രമേ ഉള്ളെന്നാണ് നമ്മൾ വിചാരപ്പെടുന്നത്. എന്നാൽ നന്മ ചെയ്യേണ്ട അവസരത്തിൽ നന്മ ചെയ്തില്ലെങ്കിലും അത് പാപമാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. അവിടെ വായിച്ചാട്ടെ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുക കേട്ടോ. ഈ പാപം വരുന്ന വശങ്ങളാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കയ്യിനോട്. ആമേ, നീ നന്മ ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോഴേ, പക്ഷെ വാതിൽക്കൊരു സംഭവം കിടപ്പുണ്ട്. അതിങ്ങനെ നിന്നോടാണ് അതിന്റെ ആഗ്രഹം. വായിച്ചാട്ടാ. അതിന്റെ ആഗ്രഹം നിന്നോടാ കേട്ടോ. നീയോ അതിനെ കീഴ്പ്പെടുത്തണം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നീയോ അതിനെ കീഴ്പ്പെടുത്തണമെന്ന് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. അങ്ങനെയെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, വായിച്ചാട്ടെ. ആമേൻ. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കട്ടെ. എന്തിനു വേണ്ടിയാ നമ്മെ ഈ ലോകത്തിലേക്ക് ദൈവം ഉരുവാക്കിയത്? പാപത്തോട് എതിർത്ത് നിൽക്കുവാൻ, പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് ഒരു പിതാവാൻ ദൈവം തന്റെ ഓമനകുമാരനെ യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചു. ജനം അവിടെ ഒന്നുകൂടെ എടുത്ത് വായിച്ചേ. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. യഹോവ രക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അവിടുന്ന് പൂജാതനായി. സന്തോഷമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുന്നു. കർത്താവിന്റെ ദൂതനാണ് അവിടെ പറഞ്ഞത്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കേണ്ടത് നീ അവനെ യേശു എന്ന് പേരിടണം. യേശു ക്രിസ്തു സകല മനുഷ്യർക്കും രക്ഷിതാവാണ്. നമുക്ക് മാത്രമല്ല, പെന്തക്കോസ്തുകാർക്ക് മാത്രമല്ല, സകല മനുഷ്യർക്കും നമ്മുടെ കർത്താവ് ആരാ? യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് എന്ന രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. രക്ഷിപ്പാൻ ഒരേ ഒരുവനെ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. ഇതൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും ചോദ്യം ചെയ്യാൻ വരികയാ. എന്നാൽ ദൈവം പറഞ്ഞ വാചനം പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. ആ വേറൊരുത്തനും രക്ഷയില്ലെന്ന് നമ്മുടെ കർത്താവ് രക്ഷകനായിട്ട് വന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി കളയുന്നവനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. 51-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. പാപക്ഷമ പ്രാപിച്ചവർ ആമേൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. അടുത്തത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അതെ, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. റോമാലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാം. 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 8-ന്റെ 7.
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. പൗലോസ് പറയുന്നത് പാപത്തെ ജഡമെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. 4-ാം വാക്യോടൊന്ന് വായിച്ചേ. ജഡത്തെയല്ല സഹോദരന്മാരെ തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും. അതിന് 9-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചേ. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ മുഖപക്ഷം കാണിച്ചാൽ പാപമില്ലയോ? പ്രൈസ് ദി ലോർഡ്. 10 കൽപ്പനകൾ മാത്രമാണോ പാപം? മുഖപക്ഷം കാണിക്കരുതെന്ന്, വലിപ്പച്ചെറുപ്പം കാണിക്കരുതെന്ന്. ആമേൻ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. കൂട്ടായ്മയ്ക്കകത്ത് സ്നേഹവർത്തിത്വമുണ്ട്, സഹോദര സ്നേഹമുണ്ട്. അപ്പോൾ മുഖപക്ഷം കാണിക്കുന്നതും പാപത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മേ, ഒരു 4-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 4:17 യാക്കോബാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. ഇന്ന് രാജീവ് പാസ്റ്റർ കൂടെ കേട്ടത് കൂടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ഒന്നുകൂടെ വായിക്കാം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതും പാപമാണ്. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട്, ദൈവവചനം നമുക്ക് തന്നത് നന്മ ചെയ്യാൻ ഉള്ള അറിവ് തന്നു. അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. ആമേൻ. വിശദീകരിക്കുന്നില്ല, സമയം കടന്നു പോകുന്നു. 1 യോഹന്നാൻ 5:17 എടുത്തേ. 1 യോഹന്നാൻ 5:17. ഏത് അനീതിയും പാപമാകുന്നു. ഏത് അനീതി, ജീവിതത്തിൽ അനീതിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തുവാ? പാപമാ. ഹല്ലേലൂയ. ആമേൻ. ഏത് അനീതിയും പാപമാണ്. 1 യോഹന്നാൻ 5:18 എടുത്തേ. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല ദൈവമക്കളാണ്. സ്തോത്രം കുറയരുത്. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര സ്നേഹമുള്ള പാളയ സഭയാണെന്ന് എനിക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അടുത്ത ഭാഗം, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. കണ്ടോ? അപ്പൊ പേടിക്കേണ്ട കാര്യമുണ്ടോ? ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഹല്ലേലൂയ. തന്നെത്താൻ സൂക്ഷിക്കണം. സിഗരറ്റ് വലിക്കുന്നത് സൂക്ഷിക്കണം, കള്ള് കുടിക്കുന്നത് സൂക്ഷിക്കണം. കള്ള് കുടിക്കുന്നത് മാത്രമല്ല പാപം, സിഗരറ്റ് വലിച്ചാലും പാപമാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ് നമ്മുടെ ശരീരം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം കൈവിടും, നശിപ്പിച്ച് കളയുമെന്നാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ എന്നാണ് വായിക്കുന്നത്. അത് ഏത് മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആലയമാകുന്ന മന്ദിരം മാത്രമല്ല, നമ്മുടെ ശരീരമാകുന്ന മന്ദിരമാണ്. അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് ദൈവമക്കളുടെ കടപ്പാടാണ്. സൂക്ഷിച്ചു കഴിയുമ്പോൾ ദുഷ്ടൻ നമ്മെ തുടർന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങളുടെ വേഗത്തിൽ വായിച്ചാട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, അപ്പോൾ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ടെന്ന്. നമ്മുടെ കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ടെന്ന്. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഈ കാര്യസ്ഥൻ്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുകയാണെന്ന് എത്ര പേർക്ക്? ഹല്ലേലൂയ. നമുക്കൊരു അഡ്വക്കേറ്റ്, ഒരു വക്കീലുണ്ടെന്ന ഉയരത്തില് നമുക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. ചില നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഓഫീസിൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ചില നീതി നിനക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പകൽക്കാലം നീ മൗനമായിരുന്നാൽ മതി. നിനക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ ഇറങ്ങും. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ ഇറങ്ങും. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ. കാര്യസ്ഥൻ നമ്മുടെ ഉടമസ്ഥനാ. അവൻ നിന്നെ ഹല്ലേലൂയ അവിടുന്ന് തള്ളിക്കളയുന്നവനല്ല. ഈ കാര്യസ്ഥൻ ഇടപെടാൻ പോകുകയാ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ചില വിഷയത്തിന്മേൽ ഈ കാര്യസ്ഥൻ ഇറങ്ങാൻ പോകുകയാ. ചില വിടുതലുകൾ നീ കാണാൻ പോകുകയാ യേശുവിന്റെ നാമത്തില്.
Praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. Hudamana hadagamana hadiragalaga ajagala gadagamana handara digalkara vaidama nagalkara. Yes, hallelujah. Oh, amen. Rika baba baba. Amen, hallelujah. ഏതു മനുഷ്യനും ഹല്ലേലൂയ പാപിയായി ജനിക്കപ്പെടുകയാ. എന്നാൽ പാപത്തിന്റെ പരിഹാരം കർത്താവ് മാത്രമാ. ആദ്യ മനുഷ്യനായ ആദാമിൽ നിന്ന് ഈ ലോകത്തില് ജനിച്ചു വീഴുന്ന മനുഷ്യൻ അതിന്റെ പ്രകൃതിയാൽ പാപമായി തീരുമ്പോൾ, എന്നാൽ അതിന് പരിഹാരം എന്റെ കർത്താവ് ക്രൂശിൽ വഹിച്ചെങ്കിൽ, ആദാമിൽ മരണം വന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നാൽ രണ്ടാമത്തെ ആദാമായ യേശു കർത്താവിൽ കൂടെ ജീവനിൽ വാഴുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാ. ആ സന്തോഷം ഓർത്ത് കരങ്ങൾ അടിച്ച് ദൈവത്തിന് പിന്നെയും പിന്നെയും മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആദാമിന്റെ പാപത്താൽ എല്ലാവരും മരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുകയാ. നമ്മുടെ യേശു കർത്താവ് മുഖാന്തരം സ്തോത്രം, സ്തോത്രം. പാപത്തിന് പരിഹാരം ആ കർത്താവിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അവൻ കരുണയുള്ള ദൈവമാ, തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവമാ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം വേറൊരു ആഴ്ചയിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ തലവണക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പൂ അയക്കാം അടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വഞ്ചനം നിനക്കാമി. ഓ മനസ്സലിവുടയ മഹോന്നത പരനേ, വഞ്ചനം നിനക്കാമി. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇന്ന് പ്രാർത്ഥനയ്ക്കായി വിശുദ്ധ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ വാത്സല്യ സഹോദരീ സഹോദരന്മാർ കുഞ്ഞുങ്ങളോടും ബഹുമാന്യ പാസ്റ്റേഴ്സിനോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും നമ്മുടെ മടക്കയാത്രയിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ പിരിയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.